ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് പ്രഗ്നൻ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു യോഗ പോസിനെ പറ്റിയിട്ടാണ്. ഈ ഒരു യോഗ പോസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൂട്രസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുവഴി നമ്മുടെ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകുന്നതിനും സഹായിക്കുന്നു. സാധാരണ യോഗ പോസ്, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫെർട്ടിലിറ്റി യോഗ പോസ്, ഇപ്പോൾ നമ്മുടെ ലെഗ് അപ്പ് ദ വാൾ പൊസിഷൻ ആണെങ്കിലും ബട്ടർഫ്ലൈ പോസ് ആണെങ്കിലും ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പെൽവിക് ഭാഗത്തോട്ട്, നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്തോട്ട്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമായിട്ടുള്ള നമ്മുടെ യൂട്രസ്, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ്, നമ്മുടെ ഓവറീസ്, ഇതിലോട്ട് എല്ലാത്തിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത ഇൻക്രീസ് ചെയ്യുകയാണ് ഈ ഫെർട്ടിലിറ്റി മസാജുകളും ഫെർട്ടിലിറ്റി യോഗാസും ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഫെർട്ടിലിറ്റി യോഗ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഫെർട്ടിലിറ്റി യോഗയാണ് കോബ്ര പോസ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കോബ്ര പോസ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു യോഗ ആസനമാണ് ഈ കോബ്ര പോസ് എന്ന് പറയുന്നത്. കോബ്ര പോസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പാമ്പ് സാധാരണ പത്തി വിടർത്തി ഉയർന്നു നിൽക്കില്ലേ, ആ ഒരു രീതിക്കായിരിക്കും ഈ ഒരു പോസ് നമ്മൾ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിക്ക് അങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്കറിയില്ല കേട്ടോ. എന്നാലും നമ്മളിപ്പോൾ ഞാനൊരു വീഡിയോ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു യോഗ പഠിപ്പിക്കുന്ന ഒരാളുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഒരുപാട് ഇത്തരത്തിലുള്ള എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡെമോൺസ്ട്രേഷൻ കറക്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കോബ്ര പോസ് ഒന്ന് നിങ്ങൾ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതെല്ലാം രീതിക്ക് എങ്ങനെയെല്ലാം നിൽക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഇമേജോ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു കോബ്ര പോസ് നമ്മളിങ്ങനെ ആ ഒരു തല, നമ്മുടെ ശിരസിൻ്റെ ഭാഗം ഒന്ന് പൊക്കിയിട്ട് നമ്മൾ ഈ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു കോബ്ര പോസ് നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്ലോലി ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട് നല്ലപോലെ നമ്മൾ ശ്വാസം ഉള്ളിലോട്ട് ഇങ്ങനെ വലിച്ചങ്ങോട്ട് വിട്ടിട്ട് സ്ലോലി തന്നെ നമ്മളൊന്ന് ബ്രീത്ത് ഔട്ടും ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ആ ബ്രീത്ത് ഇൻ, ആ ഒരു ബ്രീത്ത് ഔട്ട് പ്രൊസീജിയർ ഒന്ന് സ്ലോലി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ശരീരത്തിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് ഇത് സഹായിക്കുന്നു. നമ്മളുടെ ആ ശിരസിൻ്റെ ഭാഗവും നമ്മുടെ ആ മുകളിലോട്ടുള്ള ഇടുപ്പിന് മുകളിലോട്ടുള്ള ഒരു ഭാഗവും ഉയർന്നു നിൽക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമായിട്ട് നമ്മുടെ പെൽവിക്കിൻ്റെ ഭാഗത്തോട്ടും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ യൂട്രസിലോട്ടും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിലോട്ടും രണ്ട് ഓവറീസിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് പോകുന്നതിന് ഇത് സഹായിക്കുന്നു. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുതലായിട്ട് പോകുന്നു എന്ന് പറയുമ്പോഴേക്കും പലർക്കും എങ്ങനെ ഈ ബ്ലഡ് സർക്കുലേഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റുകളാണ് നമുക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ടുള്ള ഒരു രക്തയോട്ടം കൂടുതലായിട്ട് അങ്ങോട്ട് വർദ്ധിപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രക്തത്തിലൂടെ കിട്ടുന്ന വിറ്റമിൻസും അതുപോലെ തന്നെ മിനറൽസും അതുപോലെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ബ്ലഡും നമ്മുടെ ആ ഒരു എഗ്ഗ് വളരുന്നതിനും നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൻ്റെ എഫിഷ്യൻസി കൂട്ടുന്നതിനും നമ്മുടെ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം നല്ല ക്വാളിറ്റിയുള്ള എഗ്ഗ് റപ്ചർ ആകണം. അതായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മളെ പ്രഗ്നൻ്റ് ആക്കാനായിട്ട് സഹായിക്കുന്നത്. വെറുതെ ഒരു അണ്ടം പൊട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് നമ്മുടെ ഓവറിയെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് മെഡിസിൻസ് എടുത്തിട്ട് നമ്മൾ അണ്ടം പൊട്ടിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളൊരു HCG ഇഞ്ചെക്ഷൻ എടുത്തിട്ട് അണ്ടം പൊട്ടിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നാച്ചുറലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. എന്ന് വെച്ചിട്ട് ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാതെ നാച്ചുറലി പോകാനല്ല കേട്ടോ പറയുന്നത്. നമ്മൾ ആ ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു പോസ് കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ ഒരു എഫക്റ്റ് ഡബിൾ ആക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു IUI ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് സ്പേം ഇൻസെമിനേഷൻ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഡോക്ടേഴ്സ് നമ്മളോട് പറയാറുണ്ട്, നിങ്ങൾ ഫിസിക്കൽ കോൺടാക്ട് ചെയ്തോളാൻ പറയാറുണ്ട്. കാരണം എന്തുട്ടാ, ആ ഒരു പ്രോസസ്സ് നമ്മൾ ആ ചെയ്തതിൻ്റെ എഫക്റ്റ് ഒന്ന് ഡബിൾ ആക്കാൻ വേണ്ടിയിട്ട്. ആർട്ടിഫിഷ്യലി നമ്മളുടെ ശരീരത്തിലോട്ട് എത്തിയിരിക്കുന്ന സ്പേം സെൽസ് കൂടാതെ നമ്മൾ നാച്ചുറലി ട്രൈ ചെയ്ത് ശരീരത്തിലോട്ട് എത്തുന്ന സ്പേം സെൽസും ഇനി നമുക്ക് സക്സസ് കൊണ്ടുവന്ന് തന്നാലോ, ആ ഒരു വിചാരത്തിലാണ് ഡോക്ടേഴ്സ് നിങ്ങളോട് അങ്ങനെ ട്രൈ ചെയ്തോളാനായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫെർട്ടിലിറ്റി മെഡിസിൻസ് നിങ്ങൾ ലെട്രസോൾ എടുക്കുന്നു, ക്ലോമഫെൻ സിട്രേറ്റ് എടുക്കുന്നു, HCGയുടെ ഇഞ്ചക്ഷൻ വെക്കുന്നു, അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള യോഗ പോസുകളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആ ഒരു ചാൻസ് ഡബിൾ ആക്കും. നമ്മൾ എഗ്ഗ് വളരാൻ വേണ്ടിയിട്ട് ഒരു ലെട്രസോൾ മെഡിസിൻ കഴിക്കുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള യോഗ പോസും കൂടി ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്ലഡ്, ഏറ്റവും കൂടുതൽ വിറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ആ ഒരു ബ്ലഡ് നമ്മുടെ രണ്ട് അണ്ഡാശയങ്ങളുടെയും അണ്ടം കൃത്യമായിട്ട് വളരുന്നതിനും ആ ഫോളിക്കിൾസ് ഏറ്റവും കൂടുതൽ മൂപ്പെത്തി നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെ അത് പൊട്ടാനും ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ യൂട്രസിൻ്റെ ആ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗത്തേക്കുമൊക്കെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫലോപ്പിയൻ ട്യൂബിലുള്ള ബ്ലോക്കേജ് ഉണ്ടാകുന്നതൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതിനും നമ്മുടെ
നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് എങ്ങനെ ചെയ്യണം, നിങ്ങൾ എങ്ങനെ ഇരിക്കണം, എങ്ങനെയുള്ള നിങ്ങൾ ചെയ്യണമെന്നൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുന്നത് ഒരു യോഗ ഇൻസ്ട്രക്ടർക്കായിരിക്കും. അങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം കണ്ടു നോക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു ഫെർട്ടിലിറ്റി മസാജാണ്, ഒരു ഫെർട്ടിലിറ്റി യോഗയാണ് കോബ്ര പോസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നിങ്ങൾ ആ ഒരു ഫെർട്ടിലിറ്റി മസാജുകളായിട്ടുള്ള ഫെമറൽ മസാജും അതുപോലെ റിഫ്ലക്സോളജി മസാജും അതിനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അതുപോലെ തന്നെ ലെഗ് അപ്പ് ദ വോൾ പൊസിഷനും ബട്ടർഫ്ലൈ പോസും ഒക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രഗ്നൻ്റ് ആകാനായിട്ടുള്ള സാധ്യത നിങ്ങൾ ഇൻക്രീസ് ചെയ്യിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ബൈ.